വൺ പീസിലെ ഏറ്റവും മോശമായ തിയറീസ് ഒടുവിൽ ശരിയാണെന്ന് തെളിഞ്ഞാൽ എന്ത് സംഭവിക്കും? സത്യത്തിൽ ചില വൺ പീസ് തിയറീസ് അത്രയും റെഡിക്കുലസ് ആണ്, കേൾക്കുമ്പോൾ തന്നെ ചിരി വരും. ഉദാഹരണത്തിന് ക്വീന യഥാർത്ഥത്തിൽ തുനീഷ ആണെന്ന തിയറി, അല്ലെങ്കിൽ ഡ്രാഗന്റെ മുഖത്തെ ടാറ്റൂസ് ഗാർപ്പ് ഡ്രാഗന്റെ മുഖത്ത് വലിച്ചു ചവിട്ടിയപ്പോൾ കുറച്ചധികം ഫോഴ്സ് പോയത് കൊണ്ടാണെന്ന തിയറി. ഇവയൊക്കെ വ്യക്തമായ മീംസ് മാത്രമാണ്. പക്ഷെ പിന്നെ നമുക്ക് ഇമുവിന്റെ പാരറ്റ് തിയറി പോലുള്ളവയുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, പക്ഷെ അതിനെ ഇഗ്നോർ ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുള്ളത്ര എവിഡൻസ് ഉണ്ട്. ഹാക്കി എന്താണെന്ന് പോലും നമുക്കറിയാത്ത കാലത്ത് റെയ്ലി കിസാരുവിനെ ടച്ച് ചെയ്യുന്നത് കണ്ടപ്പോൾ ഫാൻസ് ശരിക്കും ഞെട്ടിപ്പോയി. കാരണം കിസാരു ഒരു ലോഗ്യ യൂസർ ആയിരുന്നല്ലോ. അപ്പോൾ പലരും സീരിയസ്ലി കരുതിയത് റെയ്ലി സീ സ്റ്റോൺ പ്രിസം ഫ്ലിപ്പ് ഫ്ലോപ്സ് ധരിച്ചിട്ടുണ്ടാകുമെന്നാണ്. പക്ഷേ ഇതിലും രസകരമായ മറ്റൊരു കാര്യമുണ്ട്. ഒരു സീമിംഗ്ലി ടെറിബിൾ തിയറി ശരിക്കും ട്രൂ ആകുമ്പോൾ വർഷങ്ങളോളം ഫാൻസ് മീം ചെയ്തിരുന്ന ഒരു തിയറി ഉണ്ടായിരുന്നു. ഷാങ്സ് ഒരു സെലസ്റ്റിയൽ ഡ്രാഗൺ ആണെന്ന്. അന്ന് അത് വെറും ഒരു ക്രേസി തിയറി പോലെ ആയിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ കണ്ടപ്പോൾ അത് അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ട്രൂ ആയിരുന്നു. അതുകൊണ്ടാണ് വൺ പീസ് തിയറീസിനെ ഒരിക്കലും പൂർണ്ണമായി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ലാത്തത്. കാരണം ഇവിടെ ഏറ്റവും മോശം തിയറി പോലും ഒരു ദിവസം ക്യാനോൺ ആകും. തിങ്ക് അബൌട്ട് ദാറ്റ്.